എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ടേസ്റ്റിയും ഹെൽത്തിയുമായ തേനൂറും തേൻ നെല്ലിക്കയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. 1 കിലോ നെല്ലിക്ക കഴുകി വൃത്തിയാക്കി വെള്ളം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കാം. ഓരോന്നും തുടച്ചെടുത്ത് മാറ്റി വെക്കാം. ഇനി ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. കൂടുതൽ സമയം വേവിക്കേണ്ട ആവശ്യമില്ല, ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. വെറും 3 മിനിറ്റ് മാത്രം ഒന്ന് ആവി കയറ്റിയാൽ മതി. മൂടി വെച്ച് 3 മിനിറ്റ് ആവി കയറ്റാം. 3 മിനിറ്റായി. ഇപ്പം നെല്ലിക്കയുടെ പച്ച കളറൊക്കെ മാറി നിറമൊക്കെ മാറി വന്നു. ഒരു യെല്ലോ കളറായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വയ്ക്കാം. ഇനി ഇതിൽ 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 കഷ്ണം ചുക്ക്, 1 കഷ്ണം പട്ട, ഇത്രയും പൊടിച്ച് 1 ടേബിൾ സ്പൂൺ ചേർക്കണം. മധുരത്തിന് ഞാൻ കരിപ്പട്ടി ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. 1 കിലോ നെല്ലിക്കയ്ക്ക് 1 കിലോ ശർക്കരയാണ് ചേർക്കേണ്ടത്. 1/2 കിലോ നെല്ലിക്ക ഉള്ളെങ്കിൽ 1/2 കിലോ ചേർത്താൽ മതിയാവും. വേവിച്ചെടുത്ത നെല്ലിക്ക ചൂടാറി ഒന്നുകൂടെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ച് ഇതുപോലെ ഫോർക്ക് വെച്ച് കുത്തിയെടുക്കാം. ഉള്ളിലേക്കൊക്കെ മധുരം ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കുത്തി കൊടുക്കുന്നത്. കരിപ്പട്ടി ശർക്കര ഒന്ന് മെൽറ്റാക്കി അരിച്ചെടുക്കണം. അരിച്ച് വേറൊരു കടായിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കരിപ്പട്ടി ശർക്കരയാണ് കൂടുതൽ ഗുണമുള്ളത്. കരിപ്പട്ടി ശർക്കരയോ തേനോ ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലത്. ഇനി അതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, ചുക്ക് ഇതെല്ലാം പൊടിച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് തിളച്ച് വരട്ടെ. വേവിച്ച് വെച്ച നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 20 മിനിറ്റ് മൂടി വെച്ച് തിളപ്പിക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം തിളപ്പിക്കാൻ. തിളച്ച് വരട്ടെ. സാദാ ശർക്കരയേക്കാൾ ഗുണം കൂടുതലുള്ളത് കരിപ്പട്ടി ശർക്കരയാണ്. തുറന്നു നോക്കി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നെല്ലിക്ക ഇതുപോലെ ശർക്കരപ്പാനിയിൽ കിടന്ന് ഉള്ളിലേക്ക് മധുരമൊക്കെ പിടിച്ചു വരണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ധാരാളം ഔഷധ ഗുണമുള്ളതാണ് നെല്ലിക്ക. നമുക്കെല്ലാവർക്കും അറിയാം. വൈറ്റമിൻ സി, അയണൊക്കെ ധാരാളമുണ്ട്. ഇനി ഇത് 20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ശർക്കരയൊക്കെ ഒന്ന് ചൂടാറുമ്പോൾ കട്ടിയായി പോകാൻ സാധ്യതയുണ്ട്. അത് കട്ടിയായി പോകാതിരിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്രിസ്റ്റലൈസ് ആവുകയില്ല. നാരങ്ങ നീരും ചേർത്തു. ഒരു 10 മിനിറ്റും കൂടെ ഇതുപോലെ ഇളക്കി വേവിച്ചെടുക്കാം. ഇപ്പോൾ തേൻ നെല്ലിക്കയുടെ പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അകാല നിര തടയുന്നതിനും നെല്ലിക്ക നല്ലതാണ്. ഒരു ദിവസം ഒരെണ്ണം വെച്ച് കഴിച്ചാൽ മതി. രാവിലെ വെറും വയറ്റിലോ അല്ലെങ്കിൽ ഇടയ്ക്കോ എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. ചൂടാറാൻ വെച്ചിരുന്നു. ഇനി നമുക്കിതെടുത്ത് കഴുകി ഉണങ്ങിയ ഗ്ലാസ് ബോട്ടിലിലേക്ക് മാറ്റാം. വെള്ളത്തിൻ്റെ ഒരു അംശവും പാടില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പാത്രവും ബോട്ടിലും എല്ലാം കഴുകി ഉണങ്ങിയതായിരിക്കണം. ഇനി ഇത് ഇതുപോലെ ബോട്ടിലാക്കി 1 മാസം കഴിഞ്ഞ് എടുത്താൽ അത്രയും നല്ലതാണ്. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. കുട്ടികൾക്കൊക്കെ ബുദ്ധിവികാസത്തിനൊക്കെ വളരെ നല്ലതാണ് ഈ നെല്ലിക്ക. വലിയവർക്കും ഡെയിലി ഓരോന്ന് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി ഇതിലേക്ക് 200 ഗ്രാം തേനാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. പല അസുഖങ്ങൾക്കും തേൻ ഉപയോഗിക്കുന്നത് നമുക്കറിയാം. ശർക്കരയ്ക്ക് പകരം തേൻ ചേർത്തുണ്ടാക്കുകയാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ കരിപ്പട്ടി ശർക്കര ചേർത്താൽ മതി. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഷുഗറൊക്കെ ഉള്ളവർക്ക് കഴിക്കാൻ പറ്റില്ല. അയൺ, വൈറ്റമിൻ സി ഒക്കെ ധാരാളമുണ്ട്. ദഹനത്തിന് നല്ലതാണ്. ജലദോഷം, ചുമ ഇതൊക്കെ കുറയ്ക്കുന്നതിന് നല്ലതാണ്. ഇതിപ്പോൾ വലിയവർക്കും കുട്ടികൾക്കൊക്കെ കഴിക്കാം. വലിയവർക്കും ഒരു നെല്ലിക്ക അതിൻ്റെ സിറപ്പും കൂടി ഡെയിലി ഓരോന്ന് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.